നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രിയ സംഗീത്, AGO ഹോസ്പിറ്റൽ കഴക്കൂട്ടത്തിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് ഉണ്ട്. ഇന്ന് നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. ഒരു കോമൺ ആയിട്ട് വരുന്ന പ്രോബ്ലമാണ്. എന്തോ ടോപ്പിക്കാണ്? അനീമിയ ഇൻ പ്രഗ്നൻസി, ദറ്റ് ഈസ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറവായിട്ടുള്ള ഒരു പ്രോബ്ലം, വളർച്ച. ഇത് എന്തുകൊണ്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാണെങ്കിൽ ഇത് പ്രഗ്നൻസിയിൽ വെരി വെരി കോമൺ, നമ്മ ഇന്ത്യൻ വുമനിൽ ഒരുപാട് കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്. WHO ഡെഫിനിഷൻ വെച്ചിട്ട് സ്ത്രീകൾക്ക് 11 താഴെ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ അതിന് അനീമിയ ആണ് പറയുന്നത്. പ്രഗ്നൻസിയിലെ ഈ അനീമിയ 3 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. മൈൽഡ് ആണെങ്കിൽ 11 താഴെ, മോഡറേറ്റ് ആണെങ്കിൽ 7 to 10 വരെ ഹീമോഗ്ലോബിൻ്റെ അളവ്. സിവിയർ ആണെങ്കിൽ 7 താഴെ ആവുമ്പോൾ അത് സിവിയർ അനീമിയ ആവും. ആർക്കെല്ലാം ഈ റിസ്ക് ഉണ്ട്, അനീമിയ വരാനുള്ള റിസ്ക്? ഈ യങ് ഏജിൽ പ്രഗ്നന്റ് ആവുന്ന സ്ത്രീകൾക്ക്, ദറ്റ് ഇസ് 18-19 വയസ്സിൽ പ്രഗ്നന്റ് ആവുന്നവർ. പിന്നെ 2 പ്രഗ്നൻസിന് ഇടയ്ക്ക് ഗ്യാപ്പ് കുറവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലെ ഹീമോഗ്ലോബിൻ ലോസ് വരത്തില്ലേ, അത് നോർമൽ ആവുന്നതിന് മുൻപ് നെക്സ്റ്റ് പ്രഗ്നൻസി ആവുമ്പോൾ പിന്നെ വീണ്ടും അനീമിയ, വീണ്ടും ഹീമോഗ്ലോബിൻ കുറയും. പിന്നെ ഒരുപാട് പ്രഗ്നൻസി അടുപ്പിച്ച് പ്രഗ്നന്റ് ആവുന്നവർക്ക് വരാം. പിന്നെ വേറെ ഏതെങ്കിലും ടൈപ്സ് ഓഫ് അനീമിയ ഉണ്ടെങ്കിൽ അതും പ്രഗ്നൻസിയിൽ അഫക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെ വാട്ട് ട്രീറ്റ്മെൻറ്റ് എന്തോ ചെയ്യാൻ പറ്റൂ? ഇതിന് ആദ്യം പ്രഗ്നൻ്റ് ആയിട്ട് പോകുമ്പോൾ ഗൈനക്കോളജിസ്റ്റ് 3-ാം മാസം തൊട്ട് അയണിൻ്റെ ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഡെയിലി 1 ടാബ്ലറ്റ് വെച്ച് കഴിക്കാൻ പറയും. ഹീമോഗ്ലോബിൻ കുറവായിട്ടുള്ളവർക്ക് 2 ടാബ്ലറ്റ് 2 നേരം വെച്ച് കഴിക്കാൻ പറയും. കഴിച്ചിട്ട് അതിനോട് ഡയറ്റും ശ്രദ്ധിക്കണം. ഡയറ്റിൽ വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് പച്ചക്കറികൾ, ഇലക്കറികൾ, മുരിങ്ങ ഇല, പിന്നെ പ്രോട്ടീൻ റിച്ച് ഡയറ്റ്, പയറ്, കപ്പലണ്ടി, ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ കൂടും. നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ, മട്ടൺ, ബീഫ്, റെഡ് മീറ്റ്, ഇതിലെല്ലാം ഹീമോഗ്ലോബിൻ കൂടാനുള്ള ഇതുണ്ട്. പിന്നെ ഉള്ളത്, നമുക്ക് അയൺ കഴിക്കാൻ ഒരു വി ഹാവ് സ്പെസിഫിക് ഇതുണ്ട്, ഇങ്ങനെ തന്നെയാണ് കഴിക്കണമെന്ന്. ദറ്റ് ഈസ് അയണിൻ്റെ അബ്സോർപ്ഷൻ അബ്സ്ട്രക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും ഗൈനക്കോളജിസ്റ്റ് എന്തോ പറയും, അയൺ കാൽഷ്യം ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. പിന്നെ പാൽ, ചായ അതിൻ്റെ ഒപ്പം അയൺ കഴിക്കാൻ പാടില്ല. ബിക്കോസ് ഇതിനൊപ്പം കഴിക്കുകയാണെങ്കിൽ അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയും. എന്തുകൊണ്ട് നമ്മൾ ഈ അനീമിയയിൽ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണെങ്കിൽ പ്രഗ്നൻസി സമയത്തും ഡെലിവറി സമയത്തും ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും വരാൻ ചാൻസ് ഉണ്ട്. അമ്മയ്ക്ക് എന്ത് പ്രശ്നങ്ങൾ വരാം? ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ ഇൻഫെക്ഷൻസ്, എല്ലാ ട്രൈമസ്റ്ററിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, താഴെ വെജൈനൽ ഇൻഫെക്ഷൻ, ഇല്ല ലങ്സിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ചാൻസ് കൂടും. പിന്നെ ഉള്ളത് നമുക്ക് പ്രീ ടേം ലേബർ, ദറ്റ് ഈസ് നേരത്തെ പ്രസവം വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഡെലിവറി സമയത്താണെങ്കിൽ മറുപിള്ള ഡെലിവറിന് മുൻപ് തന്നെ സെപ്പറേറ്റ് ആവാം, അബ്രപ്ഷ്യോ പ്ലസൻറ്റ എന്ന് പറയും, അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ആവാനുള്ള ചാൻസ് അത് കൂടുതലാണ്. അതിന് PPH, പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറയും, അത് വരാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ വൂണ്ട് നമ്മ എപ്പിസിയോട്ടമി അത് ഹീലാവാനുള്ള ഇതും എന്തോ പറയുക, നമുക്ക് ഹീലാവാനുള്ള കപ്പാസിറ്റിയും കുറയും അനീമിയ ഉണ്ടെങ്കിൽ. പിന്നെ ബേബീസ്ക്ക് എന്തൊക്കെ പ്രശ്നം വരാം? ഇപ്പം നേരത്തെ പ്രസവിക്കുവാണെങ്കിൽ, ഇപ്പം കുറേ മാസ ബേബി ആണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ വരാം. പിന്നെ ബേബീൻ്റെ അയൺ റിസർവ് എല്ലാം കുറയും, അതിൻ്റെ പ്രോബ്ലംസ് വരാം. ബേബീൻ്റെ ഡെവലപ്മെൻറ്റ്, ലോ ബർത്ത് വെയ്റ്റ്, ബേബീൻ്റെ വെയിറ്റ് കുറവായിരിക്കും, അല്ല ബേബീൻ്റെ ഗ്രോത്ത് കുറയാനും പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അതുകൊണ്ടാണ് ഗൈനക്കോളജിസ്റ്റ് ആർ വെരി വെരി കെയർഫുൾ ആൻഡ് പർട്ടിക്കുലർ, ദറ്റ് ഈസ് ഹീമോഗ്ലോബിൻ നോർമലായിട്ട് ഇരിക്കണമെന്ന്. ഇപ്പം ഡെലിവറിക്ക് അടുത്തായി 36 ആഴ്ചയ്ക്ക് ശേഷമാണെങ്കിൽ അപ്പോഴും ഹീമോഗ്ലോബിൻ കൂടുന്നില്ല ആണെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറയും. ചിലപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തും കൂടിയില്ല, ഇല്ല ഹീമോഗ്ലോബിൻ 7 താഴെയാണെങ്കിൽ ചിലപ്പോൾ അയൺ
ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും. ഇപ്പം ഇത് എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റൂ? അത് എങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്ലാൻ ചെയ്ത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് പ്രിവെൻറ്റബിൾ. അപ്പം എന്തൊക്കെ ചെയ്യണം? പ്രഗ്നൻസി ഇപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതിന് മുൻപ് ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയി ചെക്കപ്പ് ചെയ്താൽ അവർ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് എല്ലാം പറയും. അപ്പോൾ ആ ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ അത് ഓപ്റ്റിമൈസ് ചെയ്തിട്ട് ദാറ്റ് ഇസ് നോർമൽ ലെവൽക്ക് വന്ന ശേഷം പ്രഗ്നൻ്റ് ആയാൽ നമുക്ക് ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള ഒരു കാര്യം ഫോളിക് ആസിഡ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രഗ്നൻസിന് മുൻപ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് മിനിമം 3 മാസം ഫോളിക് ആസിഡ് കഴിക്കേണ്ടതാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ബേബീൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് പ്രഗ്നൻസി കൗൺസിലിംഗ്, പെരി കൺസെപ്ഷണൽ ഫോളിക് ആസിഡ്, ഇതെല്ലാം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈസി ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് അനീമിയാവ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രഗ്നൻസി, അമ്മയുടെ പ്രഗ്നൻസി ജേർണി ഒരുപാട് സേഫ് ആയിട്ടും നല്ല ഹാപ്പി ആയിട്ടും നമുക്ക് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും.